ജീവിതം ചിലപ്പോൾ ഒരു സിനിമയെക്കാളും ക്രൂരമാണ്. കഥാപാത്രം ചിരിക്കുമ്പോഴും ഹൃദയം കരയുന്ന കഥകൾ. സിൽക്ക് സ്മിതയുടെ യഥാർത്ഥ കഥയും അങ്ങനെയാണ്. 80കളിലെ സിനിമാ ലോകം, ചിത്രങ്ങളുടെ തിളക്കം, ഫ്ലാഷ് ലൈറ്റുകളുടെ പൊട്ടൽ, കയ്യടികളുടെ തേരോട്ടം. ആ തിളക്കത്തിനിടയിൽ ഒന്ന് മാത്രം തെളിഞ്ഞു നിന്നിരുന്നു: സിൽക്ക് സ്മിത. ക്യാമറയ്ക്ക് മുന്നിൽ ഒരു മിന്നൽ പോലെ അവൾ പ്രത്യക്ഷപ്പെടും. ചുണ്ടിൽ ചിരി, കണ്ണുകളിൽ ആത്മവിശ്വാസം, ശരീരഭാഷയിൽ തീപാറുന്ന ആകർഷണം. പക്ഷേ ആ പ്രകടനത്തിൻ്റെ പിന്നിൽ ഒരിക്കൽ പോലും തനിക്ക് സുരക്ഷ തോന്നാത്ത ഒരു പെൺകുട്ടിയുടെ സാധാരണ മനസ്സ് കത്തിക്കൊണ്ടിരുന്നു. അവളുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന പെൺകുട്ടി. വിശപ്പ്, ദാരിദ്ര്യം അവളുടെ ഓരോ ദിവസത്തെയും പങ്കാളികളായിരുന്നു. എന്നിട്ടും ഒരു സ്വപ്നം മാത്രം അവളുടെ ഉള്ളിൽ ദഹിക്കുന്നുണ്ടായിരുന്നു: എനിക്കെന്തെങ്കിലും ആകണം, എന്നെ ഒരു പേരായി ആളുകൾ അറിയണം. സിനിമയിലെത്തിയപ്പോൾ അവൾ ഒരു കരുത്തുറ്റ നടിയാകണമായിരുന്നു. പ്രഭാവമുള്ള ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവൾക്ക് കഴിവുണ്ടായിരുന്നു. പക്ഷേ സിനിമ ശ്രദ്ധ തിരിച്ചുവിട്ടത് ഒരു വഴി മാത്രം: ഗ്ലാമർ. അവൾ നിരന്തരം ചെയ്തു, തളർന്നില്ല. പക്ഷേ മനസ്സിൽ ഓരോ സീനും അവളെ അല്പം വീതം തകർത്തുകൊണ്ടിരുന്നു. ലൈറ്റുകൾ ഓഫായപ്പോൾ അവൾ സ്വയം മുറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി. ഫാനിൻ്റെ ശബ്ദം മാത്രം. പുറത്ത് ലോകം മുഴുവൻ അവളെ ഒരു സ്റ്റാറായി ആഘോഷിക്കുമ്പോൾ മുറിയുടെ ഉള്ളിൽ വേദനയുടെ ഭാരത്തോടെ പൊരുതിക്കരയുന്ന വിജയലക്ഷ്മി മാത്രം. സ്നേഹത്തിന് അവൾ ഒരു ജീവിതം തന്നെ പണയം വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവൾക്ക് തിരിച്ചു കിട്ടിയില്ല. ഒരിക്കൽ അവൾ പറഞ്ഞ വാക്ക്: എനിക്ക് ആരുടെയെങ്കിലും ജീവിതത്തിൽ സന്തോഷമെന്നൊരു സ്ഥാനം ഉണ്ടാകുമോ? ആ ചോദ്യം അവളുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയവായിരുന്നു. ഒടുവിൽ ഒരു ദിവസം പുലർച്ചെ അവളുടെ മുറിയുടെ വാതിലടഞ്ഞു. ഏറെ നേരം പുറത്തു വരാതെ പോയപ്പോൾ ലോകം കണ്ടത് ദുരന്തത്തിൻ്റെ മുഖം. പത്രങ്ങൾ പറഞ്ഞു: സിൽക്ക് സ്മിത ഈസ് ഡെഡ്, ഗ്ലാമറസ് സ്റ്റാർ ഈസ് നോ മോർ. പക്ഷെ ആരും പറഞ്ഞില്ല, ഒരു മനുഷ്യ ഹൃദയം മണ്ണിന് കീഴായിപ്പോയി. ആ ശവപ്പെട്ടിയിൽ സിൽക്ക് സ്മിത മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ സ്വപ്നം, വേദനയും ഓർമ്മകളും സമാധിയായി. ഇന്നും അവരുടെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ചലച്ചിത്ര ലോകം അവളെ ഗ്ലാമറിൻ്റെ ചിഹ്നമായി ഓർക്കും. പക്ഷെ സത്യത്തിൽ അവൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്: ഒരു മനുഷ്യൻ്റെ തിളക്കത്തെ മാത്രം നോക്കരുത്, ആ തിളക്കത്തിനുള്ളിലൊരു കരച്ചിലുണ്ട്. ആ കരച്ചിൽ കാണാനും ഒരു ഉത്തരവാദിത്വം ലോകത്തിനുണ്ട്.